ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம லாலேட்டனும் நம்ம மம்முக்காவும் சேர்ந்த 2020 மூவிலேருந்து தான் பார்த்தீங்கன்னா ஒரு காமெடி சீன்ஸ் வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா நம்ம சேனல் வந்து 2020 இன்டர்வல் சீன் வந்து நம்ம ரியாக்ட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செட் பண்ணி பாருங்க. நம்ம லாலேட்டனும் நம்ம மம்முக்கா வந்து பார்த்தீங்கன்னா நிறைய மூவி வந்து பார்த்தீங்கன்னா ரியாக்ட் பண்ணாங்க. ஆஹ் ஒ- ஒரு என்ன சொல்றது, அந்த ரெண்டு பேரும் வந்து ஒரு பொண்ணுக்கோசரம் வந்து பார்த்தீங்கன்னா அடிச்சுக்குவாங்க. நான் வந்து நிறையா செய்வேன், நான் வந்து நிறையா செய்வேன். அந்த பொண்ணை கவர் பண்ணுறதுக்கோசரம் வந்து பார்த்தீங்கன்னா ரொம்பவே வந்து இது நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கேன். அந்த மூவி நேம் கூட மறந்துருச்சு. உங்களுக்கு ஞாபகம் இருந்தால் கண்டிப்பாக கமெண்ட் பாக்ஸில் வந்து கமெண்ட் பண்ணுங்க. இவங்களோட இதில் வந்து பார்த்தீங்கன்னா நம்ம சலீம் சாரை பார்த்து வந்து ரொம்ப நாள் ஆச்சு. அந்த காமெடி சீன்ஸ் வந்து போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்களை பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம். தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். சப்ஸ்கிரைப் பண்ணாட்டினாலும் பரவாயில்ல, மறக்காம ஒரு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். ஏ லாலேட்டா, Sir, I am a Apache. പേരും ജീവിതത്തിൽ ഞാനൊരു ഫോറിനായി തോന്നുമെങ്കിലും ഞാൻ കരുതുന്ന മലയാളിയാണ്. പക്ഷെ കണ്ടാൽ കരിപുരണ്ട മലയാളിയാണെന്ന് തോന്നുന്നു. No, last 10 years I was in Africa in the post of a cook. ആഫ്രിക്കയിലെ ഏത് പോസ്റ്റ് ഓഫീസിൽ എന്നാ പറഞ്ഞത്? രാജ്യത്തിൽ ഞാനൊരു നരസിംഹമാണെന്നാണ് ആഫ്രിക്കൻസ് പറയാറുള്ളത്. പിന്നെന്താ താൻ ആഫ്രിക്ക വിട്ടത്? ഇയാൾ ആഫ്രിക്ക വിട്ടതായിരിക്കില്ല സാർ, ആഫ്രിക്ക ഇയാളെ വിട്ടതായിരിക്കും. അല്ല, ഇവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരൊക്കെ ഹോട്ടലിൽ നിന്ന് ആഹാരവും കഴിച്ച് പാഴ്സലും വാങ്ങി ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കുക്കിന്റെ പോസ്റ്റ് ഉണ്ടെന്ന്. ഔട്ട്ലുക്കിൽ എന്റെ സ്റ്റാറ്റസ് പറ്റിയ വീടായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. സാർ, ഒരു പാചകക്കാരൻ ഇഷ്ടപ്പെടുന്ന രൂപമാണ് ഇവിടെ എല്ലാവരുടെയും. കണ്ടാൽ അറിയാൻ നല്ല തീറ്റക്കാരാണെന്ന്. സാർ, നിങ്ങളൊക്കെ ഞാൻ തീറ്റിച്ച് കൊല്ലും. ശമ്പളത്തിന് പ്രശ്നമല്ല, അത് ഡിപ്പാർട്ട്മെന്റ് തന്നോളൂ. ഏത് ഡിപ്പാർട്ട്മെന്റ്? കോർപ്പറേഷൻ വിവരമുള്ളവനാ, നിർത്താല്ലേ. വല്ലപ്പോഴും ചായക്ക് പറയാൻ അമ്മയ്ക്ക് പറയാൻ ഒരാളായല്ലോ. അച്ഛനും പറയാം. അച്ഛാ, നന്ദി, താങ്ക്സ്, ശുക്രിയ. കൈനീട്ടം കൊടുത്ത് കേട്ടിവിടെ. സാർ, അയ്യോ പോച്ച്. ഇവർന്നാണ് കൈനീട്ടം, ഇവർന്നാണോ? ഐശ്വര്യമായിട്ട് തന്നോളൂ. അയ്യോ കുരിച്ചീർത്ത് കൈനീട്ടി ഇരിക്കുന്നതിനാണോ കൈനീട്ടം എന്ന് പറയുന്നത്? അല്ല, ഒരു പാചകക്കാരൻ വീട്ടുകാരനെ തിരിച്ചടിക്കുമോ എന്നറിയാനുള്ള ടെസ്റ്റിംഗ്. നടയടി. ഇവിടെ നടയടി ഉണ്ടെന്നൊരു ക്ലൂ തരാമായിരുന്നു. ഇതിപ്പോ നടയടി. ചായ മോശമായി ഊടാനടി. മനസ്സിലായല്ലോ. ചെല്ല്. ഇതൊരു നടക്ക് പോണ കേസല്ല. ഇത് മഹീന്ദ്രൻ, ജസ്റ്റിസ് വിശ്വനാഥന്റെ ഇളയ മകൾ പത്മിനിയുടെ ഭർത്താവ്, ബാംഗ്ലൂരിൽ റിസോർട്ട് നടത്തുന്നു. ഇതാണ് ഗണേശൻ. ജസ്റ്റിസിന്റെ മൂത്ത മകളുടെ മകനാണ്. മഹീന്ദ്രന്റെ ബിസിനസ്സിൽ ഗണേശന് പങ്കാളിയാണ്. ഈ മാസം 25-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിന് ഇരുവരും ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. പറയടാ, അന്ന് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഗണേശനും മഹേന്ദ്രനും എല്ലാ ബന്ധുക്കളാ. ഏത് കോടതി നിന്നെ വെറുതെ വിട്ടാലും ദേവന്റെ കോടതിയിൽ നിനക്ക് ഒറ്റ ശിക്ഷയേ ഉള്ളൂ. സ്പൈ. കുടിക്കാൻ എന്തെങ്കിലും? ഇവിടെ നിന്ന് ഇരിപ്പില്ല, അടുക്കളയിൽ എങ്ങനെ പോയി കുടിക്കും? അയ്യോ, എനിക്കല്ല, സാറിന്. വേണ്ട വേണ്ട, ഞാൻ കരി തരട്ടെ. ഉണ്ടമ്പരി ഞങ്ങളുടെ നാട്ടിൽ വൈകുന്നേരത്ത് പലഹാരത്തിന് കരിന്ന പറയാറുള്ളത്. താൻ ആ ഹാളിൽ ഇരിക്കുന്ന ഫേസ് ബോക്സിംഗ് എടുത്ത്. അയ്യോ പൂജ ലെറ്റർ മതി. താൻ ഈ കവറൊട്ടിച്ച് ശങ്കരേട്ടനെ കൊടുക്കണം. ഇന്നത്തെ കൊറിയറിൽ പോണ്ട. അതെ, തുറന്ന് വായിക്കരുത്. തുറന്ന് വായിക്കാൻ, തുറന്ന് പാക്കാതെങ്ങളാ. മാധവമേനോൻ തിരുവമ്പാടി. ഈ കൊറിയർ എന്റെ കരിയർ മാറ്റി മറിക്കും.
കൊറിയർ കരിയർ മാറ്റി പഠിക്കും. ഊരും പേരും ഇല്ലാത്ത ഏതോ ഒരുത്തൻ അയച്ചിരിക്കുന്ന ഊമക്കത്ത്. ഈ നിൽക്കുന്ന ഗണേശനും മഹീന്ദ്രനും രാജ്യം കണ്ട പരമാവധി ശിക്ഷയാണ് ഇതിൽ വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ. ജനുവരി 25-ാം തീയതി, അതായത് മറ്റന്നാൾ വൈകിട്ട് 3 മണിക്ക് മുമ്പ് വിധി നടപ്പാക്കുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. സാർ വായിച്ചു നോക്കും. ബാലേട്ട, നിങ്ങൾക്കൊക്കെ എന്ത് രസുക? ആരോ അയച്ച ഊമക്കത്തിന്റെ പേരിൽ ഇരിക്കേണ്ട പോലീസിനെ എല്ലാം വിളിച്ചു വരുത്താൻ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അതിലാരും ഇടപെടണ്ട. ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല മഹീന്ദ്ര. നിനക്ക് ഓർമ്മയില്ലേ, അരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പും ഇതുപോലെ ഒന്നും ഇവിടെ വന്നിരുന്നു. അന്ന് ബാലേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. സർ, അരുൺ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നും ഇവിടെ ആരും കരകയറിയിട്ടില്ല. മറ്റൊരു ദുരിതം കൂടെ താങ്ങാനുള്ള ശേഷിയില്ല ഞങ്ങൾക്ക് ആർക്കും. എങ്ങനെ നേരെയാകാനാ? ഈ പുതുവർഷം ഇയാളല്ലേ കണി കണ്ടത്? അപ്പൊ എന്റെ കാര്യോ? ഞാൻ നിങ്ങളൊക്കെ അല്ലേ കണി കണ്ടത്? താനെന്താണ് മാറി വെക്കുന്നത്? നത്തിങ് സർ. എനിക്കൊരു സംശയം. ആ ദേവൻ തന്നെയല്ലേ ഇതിന്റെ ഒക്കെ പിന്നിലെന്ന്? നിരപരാധിയാണെന്നും പറഞ്ഞ് കോടതി അയാളെ വെറുതെ വിട്ടതും അയാളുടെ ധീരതയെ അഭിനന്ദിച്ചതും അയാളെ കുറ്റവാളിയാക്കിയതിന്റെ പേരിൽ ഞാൻ അടക്കമുള്ള പോലീസുകാർ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഷഡ്ജം കയറി നിൽക്കുന്നത് സാർ കണ്ടതല്ലേ സാർ? പിന്നെ എന്തിനാണ് സാർ വെറുതെ ആ പാവം ദേവനെ? ആന്റണി, എനിക്ക് മനസ്സിലാവും തന്റെ ഈ ആത്മരോഷം. അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരുടെ പരാതിയെ തുടർന്ന് ദേവനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതും നിന്റെ ഈ ചൂടൻ സ്വഭാവം കൊണ്ടാണ്. ഈ ചൂടനെ ഒഴിവാക്കിയിട്ട് പകരം പ്രഗത്ഭനായ ഇന്ദു ചൂടനെ സാർ കേസന്വേഷണം ഏൽപ്പിച്ചിരിക്കല്ലേ? വിളിച്ചു ചോദിക്കണം സാർ, വല്ല കച്ചിത്തിരുമ്പം കിട്ടിയോന്ന്. യു ആർ റൈറ്റ്. എടോ, അയാളിപ്പോ ആ ദേവന്റെ ഗസ്റ്റ് ഹൗസിലെ പാചകക്കാരനാണ്. ആ ബെസ്റ്റ്. അയക്ക പറ്റിയ പണി അതാണ്. തന്റെ ഫോണല്ലേ എടുക്കണോ? ഫാദറാ, ആഫ്രിക്കൻ ഫാദർ. ആഫ്രിക്കൻ ആഫ്രിക്കൻ ഫാദർ. ഹലോ ബ്രദർ. ഫാദറോ? താനിപ്പോ എവിടെയാ? ഞാനിപ്പോൾ ദേവന്റെ അടുക്കളയിൽ മീൻ പുറത്തുകൊണ്ടിരിക്കാൻ സാർ. ഓവർ രണ്ട് പേക്ക് അടിച്ച ഉടനെ ഓവർ ആവുന്നതല്ല ശങ്കരൻ. ഓവർ. അവിടെ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടേ? പടക്കമല്ല സാർ, എന്റെ കരണം പൊട്ടിയ ശബ്ദം കേട്ടത് ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. ഇടക്കിടക്ക് കൊട്ടും. അത് കുഴപ്പമില്ല സാർ, സാറ് പറഞ്ഞോളൂ. എടോ, അവിടുന്ന് ആരെങ്കിലും ഒരു കൊറിയർ അയച്ചിട്ടുണ്ടോ എന്ന് അറിയാവോ? തിരുവമ്പാടിക്കൊന്ന കൊറിയറല്ലേ? അതെ, അത് ഞാനാണല്ലോ ഒട്ടിച്ചയച്ചത്. കൊറിയർ അവിടുന്ന് അയച്ചതെന്ന്. എടോ, അതിനെ മാറ്റം വായിച്ചോ? വായിച്ചെന്ന് മാത്രമല്ല, അതിന്റെ ഫോട്ടോസ്റ്റാറ്റും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈസ് ബ്രില്യന്റ്. കണ്ട് പഠിക്കടോ. താൻ ആ മാറ്റം ഒന്ന് വായിച്ചേ. കേക്കടോ. മലബാർ മത്തിക്കറി ഉണ്ടാക്കുന്ന വിധം. കഴുകി വൃത്തിയാക്കിയ മത്തി 2 കിലോ, മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, കുടംപുളി 50 ഗ്രാം, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 50 ഗ്രാം, പച്ചമുളക്. കത്തി കീറുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ മത്തി കീറുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. ഒരേ ഒരു സെൻസ്, നോൺസെൻസ്. I'll sack the culprits. എല്ലാ തെളിവുകളോടും കൂടി. ബട്ട് വൺ തിങ്, ഈ കേസിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്ക് മാത്രമായി. சூப்பரா இருந்துச்சு. லாலேட்டன் வீட்டுக்கு வந்து நம்ம சலீம்குமார் சார் வந்து ஒரு ஸ்பை மாதிரி வந்திருக்காரு. ஆப்போசிட் பார்ட்டியில் வந்து என்ன நடந்தாலும் இங்கே சொல்லணும் அப்படிங்கிற மாதிரி ஸ்பை வேலை பார்க்குறான்னு சொல்லிட்டு நினைக்கிறேன். அவர் ஏதோ லாலேட்டன் லெட்டர் ட்ரை பண்ணிட்டு இருக்காரு. அந்த லெட்டர் என்னன்னு சொல்லி பார்க்கலான்னு சொன்னால் டக்குன்னு அவர் க்ளோஸ் பண்ணி கவரில் வச்சுட்டாரு. எனக்கு தாகம் எடுக்குது சார், எனக்கு தண்ணி குடிக்கிறீங்களா அப்படின்னு சொல்லிட்டு என்னமோ கேட்குறாரு. ஆமாம், அங்கே கிச்சனில் இருக்கு, போய் குடி. இல்லை நான் எனக்குள்ள உங்களுக்கு நான் கேட்டேன், எனக்கெல்லாம் ஒன்று வேணாம், அந்த லெட்டர் ஒளிச்சு வைக்கணும், என்ன பண்ணுறது, போய் டபரா ஏதோ ஒன்று எடுத்துகிட்டு வர சொல்கிறாரு. அது எடுத்துக்கலாடி லெட்டர் மாற்றி வச்சுட்டாரு. அது மல்லிகை ஜாமா பொருள்னு சொல்லிட்டு நினைக்கிறேன். அதை மாற்றி வச்சுட்டு இந்த லெட்டர் போஸ்ட் பண்ணணும், திறந்தெல்லாம் பார்க்கக்கூடாதுன்னு சொல்கிறாரு. அவங்கள்ட்ட படித்து காமிக்கும் போது என்னன்னு சொல்லி பார்த்தா, அந்த புளி 50 கிராமு என்னது என்னென்னமோ மளிகை ஜாமான் தான் என்னென்னமோ லிஸ்ட்டு போட்டிருக்கு. அவர் திட்டிட்டு பாரு, இவன்ட்டு ஒரே ஒரு சென்ஸ் தான் இருக்குது, என்னன்னா நான் சென்ஸ் தான் இருக்குது அப்படின்னு சொல்கிறாரு. இந்த மூவியில் அவ்வளோ பேர் நடிச்சிருக்காங்க. நம்ம மம்முக்கா, அதுக்கப்புறம் லாலேட்டனு, சித்திக் சாரு, சுரேஷ் கோபி சாரு, அதுக்கப்புறம் ஜெகதீசன் சாரு, சலீம்குமார் சாரு, இன்னசென்ட் சாரு, வேற யாரு,
நெறைய பேரு. ஆமா, அவ்வளோ பேர் வந்து நடிச்சிருக்காங்க. ரொம்பவே வந்து பார்த்தீங்கன்னா, மூவி வந்து இன்ட்ரஸ்டிங்கா இருக்கும். அந்த இன்ட்ரோல் சீன்லாம் வந்து பார்த்தீங்கன்னா, அந்த கோச் சீன் வேற லெவல்ல வந்து இருக்கும். பார்க்காதவங்க கண்டிப்பா செக் பண்ணி பாருங்க. ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நெனைக்கிறேன். பிடிச்சிருந்தா மறக்காம அந்த வீடியோக்கு லைக் பண்ணிட்டு, சப்ஸ்கிரைப் பண்ணாம நீங்க பார்த்துக்கிறீங்கன்னா, தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இனிமே வந்து பார்த்தீங்கன்னா, நம்ம சேனல் வந்து பார்த்தீங்கன்னா, தொடர்ந்து வந்து வீடியோ வந்து அப்லோட் பண்ணுவோம். இதனால வந்து பார்த்தீங்கன்னா, வேலை வந்து டியூட்டிய வந்து போட்டு கொள்ளுன்னு வந்து கொல்லுனாங்க. இந்த வீடியோ வந்து எத்தன பேரு லாஸ்ட்டா வந்து ஓகே கைஸ், இது போல வந்து நல்ல வீடியோல நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.